ഇനി എല്ലാവരും കാത്തിരുന്ന നിമിഷത്തിലേക്കാണ്. ഈ ഗാനത്തിന് സംഗീതത്തിന്റെ ശബ്ദം നൽകി അതിന് ജീവൻ നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ഹരിശ്രീ അശോകൻ ചേട്ടനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു തീരുമാനമാണ്. ബേസിക്കലി ഞാനൊരു പാട്ടുകാരനല്ല, പക്ഷെ പാട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. കാരണം നമുക്ക് എന്ത് ദുഃഖമുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും ശരിയാണ്, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പാട്ട് കേട്ടാൽ നമുക്കതെല്ലാം മറക്കാൻ പറ്റും. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കാര്യം. ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞോളൂ എൻ്റെ ഫ്രണ്ടിനോട്, ഞാനൊരിക്കൽ ഒരു മുത്തം മണിമുത്തം എന്ന് പറയുന്ന ഒരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോടാണ് അതിൻ്റെ ഷൂട്ട്. വർഷങ്ങളായി. അപ്പം ഞാനിവിടുന്ന് വണ്ടി പോകുമ്പോൾ എന്തിന് വേറൊരു സൂര്യോദയം എന്ന് പറയുന്ന ദാസേട്ടനും ചിത്തച്ചേച്ചി പാടിയ ഒരു പാട്ടുണ്ട്. അത് ഇവിടുന്ന് കോഴിക്കോട് വരെ, അത് കാസറ്റാണ്, CD ഇല്ല, റിവൈൻഡ് ചെയ്ത് കേട്ട് പിന്നെ അത് റിവൈൻഡ് ചെയ്യും, പിന്നെ റിവൈൻഡ് ചെയ്യും. ഒറ്റ പാട്ട് കേട്ടുകൊണ്ടാണ് ഞാൻ കോഴിക്കോട് വരെ പോയത്. അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു അന്ന്. ഇന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലയാളം പാട്ടുകളെ ഒത്തിരി ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ. രാവിലെ എഴുന്നേറ്റാൽ പല്ലിയച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് എക്സസൈസും കാര്യങ്ങളും നടപ്പും ഒക്കെ ഉണ്ട്. ഈ സമയത്തൊക്കെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മഴയായതുകൊണ്ട് പുറത്ത് പോകാറില്ല, അല്ലെങ്കിലും പുറത്ത് നടക്കാൻ പോയാലും ശരിയാണ്, ഹെൽത്ത് ക്ലബിൽ പോയാലും ശരിയാണ്, വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റേഡിയോ ഓൺ ചെയ്യും. ചെറിയ റേഡിയോ ഉണ്ട് എൻ്റെ വീട്ടിൽ, 4-5 റേഡിയോ ഉണ്ട്. 4-5 ഒരുമിച്ച് ഓൺ ചെയ്യാനല്ല, ഓരോ പ്രാവശ്യം മേടിച്ചതായിട്ടുള്ള റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൽ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട്, റേഡിയോ കേൾക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ വളരെ പഴയ പാട്ടുകൾ നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. നല്ല മൂടായിരിക്കും രാവിലെ. പാട്ടുകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അങ്ങനെ പാടാൻ ആഗ്രഹം കൊണ്ട് ചില സ്റ്റേജിലൊക്കെ ഞാൻ പാടിയിട്ടുമുണ്ട്. പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പാടും. അതൊക്കെ ഒരു ചങ്കൂറ്റമാണ്. പക്ഷെ അതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും വല്ലപ്പോഴൊക്കെ പാടും. ഡിനുവിനെ ഇടയ്ക്ക് ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ 2 പാട്ട് ഡിനുവാണ് എൻ്റെ ലിറിക്സ് ചെയ്തതൊക്കെ. അക്കാലം തുടങ്ങിയുള്ളൊരു ബന്ധം ഡിനുവായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എന്നെ വിളിക്കുകയും ഡിനു ചെയ്യുന്ന ചില പാട്ടുകൾ എനിക്ക് അയച്ചു തരും, ട്യൂൺ ഇതൊക്കെ എനിക്ക് അയച്ചു തരും. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയും. ഒരിക്കൽ ഞാൻ ഡിനുവിനോട് ചോദിച്ചു, അമ്മയെ കുറിച്ചിട്ട് ഒരു പാട്ട് ചെയ്യാൻ പറ്റിയാൽ ഞാൻ പാടാം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയെക്കുറിച്ചുള്ള പാട്ട്. കുറേ പാട്ടുകളുണ്ട്. അപ്പം അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി ഇത് പറഞ്ഞിട്ട്, ഇതുവരെ അമ്മയെക്കുറിച്ചൊരു പാട്ട് ഡിനുവിന് എഴുതാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ടൊരു പാട്ട് എഴുതി ട്യൂൺ ചെയ്തിട്ട് ഈ അടുത്ത് എന്നെ മൂളി കേൾപ്പിച്ചു. ഫോണിൽ കൂടിയാണതും. എന്നിട്ട് ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പാടി കേൾപ്പിച്ചു. അതാണിപ്പോൾ ഞാൻ പാടിയ ഈ വേൾഡ് കപ്പ്. ഇതിൻ്റെ തുടക്കം തന്നെ ഭയങ്കര പിച്ചാണ്, ടോപ്പ് പിച്ചിലാണ്. അപ്പം ഞാൻ അമ്മയെക്കുറിച്ചൊരു പാട്ട് എഴുതാനാണ് പറഞ്ഞത്. അത് ഡിനു പാടി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ എന്ന് വിളിച്ചു പോയി. കാരണം അത്ര ഭയങ്കര പിച്ചിലാണ് ആ പാട്ട്. എന്നിട്ട് ഞാനൊരു കണക്കിന് അതിരുന്ന് പഠിച്ച് എത്രത്തോളം ഭംഗിയായിട്ടെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ ഗ്യാങ്ങെല്ലാം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും നന്നായെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതൊരു പാട്ടുകാരൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. എന്നാലും ഒരു പാട്ടുകാരനല്ലാത്ത ഞാനത് പാടി കേട്ട പലരും അത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. അത് ഇത്രത്തോളമായത്. എന്തായാലും ആ പ്രോത്സാഹനത്തിനും അതിന് വഴിയൊരുക്കിയ ഡിനുവിനും ടീമിനും ഒക്കെ ഒരുപാട് നന്ദി പറയുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്.